ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ജൂലൈ മാസം 17-ാം തീയതിയാണ്. ഈ ദിവസം എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിനാശംസകളും ഞങ്ങൾ നേരുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിട്ടുള്ളത് യോശുവയുടെ പുസ്തകം 7-ാമത്തെ അധ്യായമാണ്. ഈ അധ്യായം ആർക്കും മറക്കാവുന്ന ഒരു അധ്യായമല്ല. കാരണം ഇസ്രായേൽ മക്കളെ കനാനിൽ പ്രവേശിച്ച് 31 രാജ്യങ്ങളുമായി യുദ്ധം ചെയ്തിട്ട് ഒരു രാജ്യത്തോടെ അവർ തോറ്റുള്ളൂ, ഹായി പട്ടണത്തോട്. ആ തോൽക്കുവാനുള്ളതായിരിക്കുന്ന കാരണത്തെക്കുറിച്ച് പറയുന്നതായിരിക്കുന്ന അധ്യായമാണ് ഈ 7-ാമത്തെ അധ്യായം. അതുകൊണ്ട് ഇത് ആർക്കും മറക്കാവുന്ന ഒരു അധ്യായമല്ല. ഒരിക്കലും ഒരു പരീക്ഷയ്ക്കും തോൽക്കാത്ത ഒരു കുട്ടി ഒരു പരീക്ഷയിൽ മാത്രം തോറ്റുപോയാൽ അതൊരു അസാമാന്യ തോൽവിയായിരിക്കും. കാരണം ഒരിക്കലും അവൻ ഒരിക്കലും തോറ്റിട്ടില്ല, അതിനുശേഷം അതിന് പിന്നും തോറ്റിട്ടില്ല. അപ്പോൾ ആ തോൽവിയുടെ കാരണം നന്നായി അന്വേഷിക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെയാണ് ഇസ്രായേൽ മക്കൾ 31 നാട്ടുരാജാക്കന്മാരുമായി യുദ്ധം ചെയ്ത് യോശുവ ഒരിടത്തും തോറ്റില്ല. പക്ഷേ ഹായ് പട്ടണം താരതമ്യേന ചെറുതായ ഒരു പട്ടണം, ആ പട്ടണത്തോടെ യുദ്ധം ചെയ്ത് തോറ്റുപോയി, അനേകർ മരിക്കുവാനായിട്ടിടയായി. അതിൻ്റെ കാരണമാണ് ഈ 7-ാമത്തെ അധ്യായത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. ആഖാൻ എന്ന് പറയുന്നതായിരിക്കുന്ന മനുഷ്യൻ്റെ അസാധാരണമായ നടപടികളാണ് ഹായ് പട്ടണത്തിനെതിരെയുള്ളതായിരിക്കുന്ന യുദ്ധത്തിൽ ഇസ്രായേൽ മക്കൾ തോൽക്കുവാനായിട്ടിടയായത്. ദ്രവ്യാഗ്രഹത്തിൻ്റെ വഞ്ചന എന്ന് പറയുന്നത്, ദ്രവ്യാഗ്രഹത്തിൻ്റെ വഞ്ചന. ആ വഞ്ചനയ്ക്ക് ഈ ആഖാൻ എന്ന് പറഞ്ഞതായിരിക്കുന്ന മനുഷ്യൻ വിധേയനായി തീർന്നത് കൊണ്ടാണ് വലിയൊരു പരാജയം ഇസ്രായേൽ മക്കൾക്ക് സംഭവിച്ചത്. ആഖാൻ്റെ പാപം വളരെ ഗൗരവമായ പാപമായിരുന്നു. ആഖാനോടുൾപ്പെടെയുള്ള എല്ലാ ഇസ്രായേൽ മക്കളോടും വ്യക്തമായി യോശുവ പറഞ്ഞത്, യെരിഹോ ശപിക്കപ്പെട്ട ഒരു നഗരമാണ്, ആ പട്ടണത്തിലെ ഒരു വസ്തു പോലും നിങ്ങൾ എടുക്കുവാൻ പാടില്ല, അങ്ങനെ എടുത്താൽ അത് വലിയ പരാജയത്തിന് കാരണമാകും. എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് യോശുവ ജനത്തോട് പറഞ്ഞതാണ്. യെരിഹോവിലെ എല്ലാ വസ്തുക്കളും ശപിക്കപ്പെട്ടവരാണ്, അവരൊന്നുപോലും എടുക്കുവാൻ പാടില്ല. പക്ഷേ ആഖാൻ എന്ന് പറഞ്ഞതായിരിക്കുന്ന ആൾ ഇത് കേൾക്കാഞ്ഞിട്ടല്ല, കേട്ടതവൻ ഗൗനിക്കാഞ്ഞിട്ടതാണ്. യോശുവയുടെ വാക്കുകളെ അവൾ മാനിക്കാഞ്ഞിട്ടാണ്, വിശ്വസിക്കാഞ്ഞിട്ടാണ്. അതുകൊണ്ട് തന്നെ ആഖാൻ്റെ പാപം അബദ്ധവശാലുള്ളൊരു പാപമല്ല, അത് മനഃപൂർവ്വമുള്ളൊരു പാപമാണ്. അതൊരു മറുതലിപ്പായിരുന്നു. പാപത്തിലേക്ക് അവനെ നയിച്ചത് അവൻ്റെ മോഹവും തെറ്റ് ചെയ്യുവാനുള്ള അവൻ്റെ ധൈര്യവുമാണ്. കണ്ടു, മോഹിച്ചു, എടുത്തു, മറച്ചു, അതാണ് അവൻ ചെയ്തത്. കണ്ടു, മോഹിച്ചു, എടുത്തു, മറച്ചു വെച്ചു. ഇങ്ങനെയാണ് ആഖാൻ്റെ പാപം പൂർത്തീകരിക്കപ്പെട്ടത്. ആഖാൻ്റെ പാപത്തിനൊരു അസാധാരണ വശമുണ്ട്. ഹായി പട്ടണത്തിൽ ഇസ്രായേൽ പരാജയപ്പെട്ടത് ആഖാൻ ചെയ്ത ഈ പാപത്തിൻ്റെ ഫലമായിട്ടാണെന്ന് അവൻ അറിഞ്ഞിട്ടും അവൻ ആ പാപത്തെ ഏറ്റു പറഞ്ഞില്ല, സമ്മതിച്ചുമില്ല. നറുക്കിട്ട് അവനെ പിടിക്കേണ്ടതായിട്ട് വന്നു. ചീട്ടിട്ടിട്ട് അവൻ്റെ ഗോത്രം പിടിക്കപ്പെട്ടപ്പോൾ അവൻ കയ്യുയർത്തിയില്ല, ഞാനാണത് ചെയ്തതെന്ന്. ആ ഗോത്രത്തിലെ ഓരോ കുടുംബത്തിൻ്റെയും ചീട്ടിട്ടിട്ടു ആഖാൻ്റെ കുടുംബത്തിൻ്റെ പേര് വന്നിട്ടും പറഞ്ഞില്ല. ആ കുടുംബത്തിലെ ഓരോരോ ചെറിയ കുടുംബങ്ങളുടെയും പേരിട്ട് അവസാനം ആഖാൻ്റെ കുടുംബത്തിന് പേരിട്ടത് പിടിക്കപ്പെട്ടപ്പോഴും അവൻ ഏറ്റു പറഞ്ഞില്ല. യോശുവ പറഞ്ഞു, മകനെ നീ എന്താണ് ചെയ്തത്? ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് നിൻ്റെ പാപം ഏറ്റു പറയാൻ പറഞ്ഞു. അങ്ങനെ നിർബന്ധിച്ചപ്പോഴാണ് യോശുവ നിർബന്ധത്തിന് വഴങ്ങി അവൻ്റെ കുറ്റം സമ്മതിച്ചത്. ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ഒരു ജനതയുടെ പരാജയത്തിന് കാരണമായ ഒരു പാപം, അനേക ആളുകളുടെ മരണത്തിന് കാരണമായ ഒരു പാപം, ചീട്ടിട്ട് ആളിനെ പിടിച്ചിട്ടും സമ്മതിക്കാത്തൊരു പാപം, മുന്നോട്ട് വന്ന് പാപം ഏറ്റുപറയാത്തൊരവസ്ഥ. എന്തുകൊണ്ടാണെന്നറിയാമോ? അവൻ്റെ ദ്രവ്യാഗ്രഹം അത്രയധികമായിരുന്നു. സമ്മതിച്ചാൽ അവൻ എടുത്തതായിരിക്കുന്ന സ്വർണവും വെള്ളിക്കെട്ടികളും അതുപോലെ ബാബിലോന്യ അങ്കികളും തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും എന്നുള്ള ഭയം. അവനത് വേണമായിരുന്നു, അവനതിനെ സ്നേഹിച്ചു. എൻ്റെ പ്രിയമുള്ളവരെ, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമാണെന്നാണ് വചനം പറയുന്നത്. ആഖാൻ ആ ഒരു ദോഷമാണ്, ആ രോഗമാണ് ഉണ്ടായിരുന്നത്. ദ്രവ്യാഗ്രഹം എന്ന് പറഞ്ഞ ഒരു വലിയ മാരക രോഗം. അത് വന്നാൽ പിന്നെ വലിയ പ്രയാസമാണ് അവർ രക്ഷിക്കാനായിട്ട്. ആ പാപത്തിൻ്റെ കാഠിന്യം എത്ര ഭയങ്കരമാണ്. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമാണെന്ന് പറഞ്ഞാൽ നമുക്കതിൻ്റെ ഗൗരവം ആക്കാമല്ലോ. ഈ ദ്രവ്യാഗ്രഹം എന്ന് പറഞ്ഞതായിരിക്കുന്ന പാവം എന്തോ ഒരു ഭയങ്കരമായിരിക്കുന്നൊരു പാവമാണ്. ലോകത്തുള്ള സകല വിധത്തിലുള്ള പാവങ്ങൾക്കും ദോഷങ്ങൾക്കും കാരണം ഈ പാപമാണ്. അപ്പോൾ ദ്രവ്യാഗ്രഹമുള്ളവർ മോഷണം മാത്രമല്ല, മോഷണം ഇത്യാദി എല്ലാ പാപങ്ങളും ചെയ്യും. അത് വിജയകരമായിട്ട് അവർ ചെയ്യും. ഒളിപ്പിക്കേണ്ടടുത്ത് ആർക്കും കണ്ടുപിടിക്കുവാൻ കഴിയാതെ വണ്ണം അവരത് ഒളിച്ചു വെക്കും. അവരുടെ കൂടാരത്തിൽ അത് ഒളിച്ചു വെക്കും.
എന്ന് മാത്രമല്ല ഇനിയും ചീട്ടിട്ട് പിടിച്ചാലും അത് ഏറ്റുപറയുകയില്ല, സമ്മതിക്കുകയില്ല. പുതിയ നിയമത്തിൽ നമുക്ക് ഇതുപോലെ ഒരു കപ്പിളുണ്ട്, അനന്യാസും സഫീറയും എന്ന് പറയും. അവരുടേതായിരിക്കുന്ന ഒരു സ്ഥലം വിൽക്കുവാനായിട്ട് തീരുമാനിച്ചു, വിറ്റ് സഭയ്ക്ക് കൊടുക്കുവാൻ തീരുമാനിച്ചു. നല്ല കാര്യം. കൊടുക്കാൻ തീരുമാനിച്ചതിൻ്റെ പിന്നിൽ സഭയുള്ള സ്നേഹവും ദൈവത്തോടുള്ള സ്നേഹവും ഒന്നും ആയിരുന്നില്ല. അങ്ങനെ വിറ്റ് കൊടുക്കുന്ന ആളുകൾക്ക് നല്ലൊരു പേര്, നല്ലൊരു സ്റ്റാൻഡിങ് സഭയിലുണ്ട്. അനന്യാസും സഫീറയും ആ സ്ഥാനം ആഗ്രഹിച്ചു. നമ്മെക്കുറിച്ച് സഭയിലുള്ളവർ നല്ലത് പറയണം, എല്ലാം വിറ്റ് കൊടുത്തവരാണ്, ദൈവത്തിന് വേണ്ടി എല്ലാം കൊടുത്തവരാണ്, ദൈവസഭയ്ക്ക് വേണ്ടി കൊടുത്തവരാണ് എന്നൊക്കെ പറയണം. അത് പറഞ്ഞ് കേൾക്കുന്നൊരു സുഖമുണ്ട്. പക്ഷേ അപ്പോൾ ഒരു പ്രശ്നം ഉദിർത്തു. സഫീർ പറഞ്ഞു കാണുമായിരിക്കും, അച്ചായ അങ്ങനെ കൊടുത്താൽ പിന്നെ നമ്മളെങ്ങനെയാണ് ജീവിക്കുന്നത്? നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് പകുതി അങ്ങ് മാറ്റി വെച്ച് പകുതി കർത്താവിന് കൊടുക്കാം, അതിനെന്നാ കുഴപ്പം? പക്ഷേ പകുതിയെ കൊടുത്തു എന്ന് പറഞ്ഞാൽ മുഴുവൻ കൊടുത്തവർക്കുള്ള ബഹുമാനം കിട്ടുകയില്ല. അതുകൊണ്ട് നമുക്ക് പകുതി കൊടുത്തിട്ട് മുഴുവൻ കൊടുത്തു എന്ന് നമുക്ക് പറയാം. ഒരു ചെറിയ കള്ളം അത് കണ്ടുപിടിക്കാനൊന്നും പോകുന്നില്ല. കാരണം നല്ല തുകയില്ലേ, 50 ലക്ഷത്തിനല്ല വിറ്റത്, 25 ലക്ഷമല്ലേ കൊണ്ട് പത്രോസിന് കൈ കൊടുക്കുന്നത്. അത് കാണുമ്പോഴേ പത്രോസ് സന്തോഷം വരും. ഇത്രയ്ക്കാ വിറ്റെന്ന് ചോദിച്ചാൽ ഇത്രയ്ക്കാ വിറ്റെന്ന് പറഞ്ഞാൽ പ്രശ്നം തീരുവില്ലേ? വേറെ ആരും സാക്ഷികളില്ലല്ലോ. അവർ പ്രതീക്ഷിച്ച പോലെ ഒന്നുമല്ല കാര്യം നടന്നത്. മണിക്കൂറിനുള്ളിൽ തന്നെ 2 ശവങ്ങൾ അവിടെ വീഴുകയാണ് ചെയ്തത്. പരിശുദ്ധാത്മാവിനെതിരെയും സർവശക്തനായിരിക്കുന്ന ത്രിയേക ദൈവത്തിനെതിരെയും കളവ് പറയാൻ ദ്രവ്യാഗ്രഹവും അവർക്കൊരു ബാധകമേ അല്ല. എല്ലാം വിറ്റവർക്ക് കിട്ടുന്ന ബഹുമാനം കിട്ടുകയും വേണം, എല്ലാം വിറ്റവർക്കുണ്ടാകുന്ന ഗതികേടുണ്ടാകുകയും അരുത്. എല്ലാം വിറ്റവർ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അപ്പോസ്തലന്മാർക്ക് ഇത് കയ്യിൽ കിട്ടണം, എണ്ണ വാങ്ങിക്കാൻ കാശ് തരണം, തുണി വാങ്ങാൻ കാശ് തരണമെന്ന്. ആഖാനും പറഞ്ഞു ആ ഗതികേടിന് നമ്മളില്ലെന്ന് പറഞ്ഞു, നമ്മുടെ ഇച്ചിരി കാശിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരെ വളരെ സേഫായിട്ടാണ് അവരുടെ കളി നടത്തിയത്. ആഖാനും അങ്ങനെയൊക്കെ തന്നെയാണ്. ഈ ബാബിലോണിൽ ഈ കിട്ടിയ വലിയ സ്വർണ്ണക്കട്ടികളും വെള്ളിക്കട്ടികളും മറ്റും കാണാൻ കിട്ടുമോ? ഇല്ല. അത് നമുക്കെടുത്ത് വെക്കാം, അതെടുത്ത് വെക്കാം. ആരും കണ്ടുപിടിക്കാൻ പോകുന്നില്ല. ഇല്ല, കണ്ടുപിടിക്കും. യുവർ സിൻ ഷാൽ ഫൈൻഡ് യു ഔട്ട്. നിങ്ങളുടെ പാപങ്ങൾ നിങ്ങളെ കണ്ടുപിടിക്കും. ആഖാനെ മാത്രമല്ല, ഒടുവിൽ അവൻ്റെ ഭാര്യയെയും മക്കളെയും ആഖാനുള്ള സകലത്തെയും ഒരുമിച്ച് ആഖോർ താഴ്വരയിൽ കൊണ്ടുവന്ന് അവിടെ ഒരുമിച്ച് നിർത്തി കല്ലെറിഞ്ഞ് തീയിട്ട് ചുട്ടുകളയുകയാണ് ചെയ്തത്. ഇത് ഭയങ്കരമാണെന്ന് വിചാരിച്ചുള്ളൂ. ചില സമയങ്ങളിൽ പിതാക്കന്മാർ ചെയ്യുന്ന പാപങ്ങൾ മക്കളെ ബാധിക്കും. ഇവിടെ അത് മക്കളെ കൊണ്ടുവരാൻ കാരണമെന്ന് പറയുന്നത് എന്താണ്? ഈ മക്കളും അതിൽപ്പെട്ടവരാണ്. കാരണം കൂടാരത്തിനുള്ളിലല്ലേ കുഴിച്ചിട്ടത്. അവർ പിള്ളേരറിയാതെ കുഴിച്ചിടാൻ ഒക്കുമോ? ഭാര്യ അറിയാതെ കുഴിച്ചിടാൻ ഒക്കുമോ? അപ്പോൾ ഇത് ആരാണ് എടുത്തതെന്ന് യോശുവ ചോദിച്ചപ്പോൾ മക്കൾക്ക് പറയാം ഞങ്ങളുടെ അപ്പച്ചനാണ് എടുത്തതെന്ന്, ഭാര്യയ്ക്ക് പറയാം എൻ്റെ വീട്ടുകാരനാണ് എടുത്തതെന്ന്. പറഞ്ഞില്ല. നറുക്ക് വീണ് കഴിഞ്ഞതിന് ശേഷവും യോശുവ പറഞ്ഞു, മകനെ യഹോവയ്ക്ക് മഹത്വം കൊടുത്തു നീ ചെയ്തത് എന്താണെന്ന് പറഞ്ഞപ്പോഴാണ് അവനെ സത്യം പറഞ്ഞത്. എൻ്റെ പ്രിയമുള്ളവരെ, മനഃപൂർവ്വം പാപം ചെയ്യുന്നവരെ പാപം തെളിയിക്കാനൊക്കെ വലിയ പ്രയാസമാണ്. മനഃപൂർവ്വം പാപം ചെയ്തവർ മനഃപൂർവ്വം പാപം ഏറ്റു പറയുകയില്ല. പിന്നെ അവരെ കൊണ്ട് എന്ത് ചെയ്യണം? കൈ തിരിച്ച് പിരിച്ച് അവരുടെ കയ്യിൽ നിന്നും ആ കള്ളം നമ്മൾ പറിച്ചെടുക്കണം. അങ്ങനെയാണ്. അപ്പം ദ്രവ്യാഗ്രഹം ഭയങ്കര ദോഷമാണ്. ദൈവജനത്തിന് ദോഷം വരുന്ന പാപങ്ങൾ. ഒരു മനുഷ്യൻ്റെ തെറ്റാണ്. എത്ര പേര് മരിച്ചെന്നറിയാം? ഒരു മനുഷ്യൻ്റെ തെറ്റുകൊണ്ട്. നിങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയിൽ ഒരുപക്ഷെ നിങ്ങളുടെ ഒറ്റ പാപമാണ് സഭയ്ക്ക് അനുഗ്രഹം വരാത്തതിൻ്റെ കാരണം. അനേകരുടെ ശിക്ഷിക്കപ്പെടാൻ കാരണം അതായിരിക്കും. നിങ്ങളുടെ മക്കളുടെ ഒരു പാപമായിരിക്കും, നിങ്ങളുടെ ഭർത്താവിൻ്റെ ഒരു പാപമായിരിക്കും, ഭാര്യയുടെ ഒരു പാപമായിരിക്കും, നിങ്ങളുടെ മകൻ്റെയോ മകളുടെയോ പാപമായിരിക്കും. അത് ദ്രവ്യാഗ്രഹമായിരിക്കാം, അത് ലൈംഗിക പാപമായിരിക്കാം, അത് അധികാരം സംബന്ധിച്ചുള്ളതായിരിക്കാം, ലോകസ്നേഹം സംബന്ധിച്ചുള്ളതായിരിക്കാം, കൺമോഹമായിരിക്കാം. എന്തായാലും പാപം പാപമാണ്. അങ്ങനെയുള്ള പാപങ്ങളിൽ ഇടപെട്ട് ദൈവജനത്തിന് ശിക്ഷയും നാശവും വരുത്തുവാനിടയാകാതെ നമ്മുടെ തെറ്റുകൾ ചെയ്യരുത്. തെറ്റുകൾ ചെയ്താൽ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് അത് ഏറ്റുപറഞ്ഞ് ദൈവസന്നിധി നിരപ്പ് പ്രാപിക്കുകയാണ് നമുക്കെപ്പോഴും നല്ലത്. നാം പാപം ചെയ്യുന്നുവെങ്കിൽ, യോഹന്നാൻ പറഞ്ഞു, കുഞ്ഞുങ്ങളെ ഇത് പാപം ചെയ്യാതിരിക്കാൻ ഞാനിത് എഴുതുന്നു. എന്നാൽ ഒരുവൻ പാപം ചെയ്തുവെങ്കിലോ, കർത്താവായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ പിതാവിൻ്റെ വലതുഭാഗത്ത് നമുക്കുണ്ട്. അവൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ നമ്മുടെ പാപങ്ങളെ നമ്മോട് ക്ഷമിക്കുവാൻ അവൻ വിശ്വസ്തനാണ്. എത്ര വാക്യങ്ങളാണ് ബൈബിളിലുള്ളത്.
അതുകൊണ്ട് പാപത്തെ സ്നേഹിക്കാതെ പാപത്തെ ഏറ്റുപറഞ്ഞ് നമുക്ക് ഉപേക്ഷിക്കുക. അങ്ങനെ ഉപേക്ഷിച്ചാൽ നമ്മൾ ക്ഷമിക്കുന്നവനാണ് ദൈവം. എന്നാൽ തെറ്റ് മറച്ചു വെച്ചാൽ നമുക്ക് ശുഭം വരികയില്ല. അത് നമ്മുടെ നാശത്തിനും നമ്മുടെ സഭയുടെ നാശത്തിനും കുടുംബത്തിൻ്റെ നാശത്തിനിടയാകും. ദൈവം നമുക്ക് എപ്പോഴും നല്ലൊരു മനസാക്ഷി തരുവാൻ തക്കവണ്ണം പാപത്തെ വെറുക്കുന്ന ഒരു മനസ്സ് ദൈവം നമുക്ക് നൽകട്ടെ. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.